കാണാതായവരെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമമാണ് ചൂരൽമലയിലും മുണ്ടക്കയിലും നടന്നുവരുന്നത്. വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. സംശയമുള്ള പ്രദേശങ്ങളിലും ഇവർ പരിശോധന നടത്തുന്നുണ്ട്. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. പ്രദേശങ്ങളിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെയും അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെയും നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയാണ്. ഇപ്പോൾ നമുക്കറിയാം JCBകളും ഹിറ്റാച്ചികളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനകൾ ഇവിടെ നടക്കുകയാണ്. ഇന്നലെ നമ്മൾ ഈ നിൽക്കുന്ന പ്രദേശത്ത് നിന്നാണ് ഇന്നലെ 2 മൃതദേഹം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുക തന്നെയാണ് ചെയ്യുന്നത്. NDRFിൻ്റെ കമാൻഡ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പരിശോധന ഇന്നലെ ഇവിടെ നിന്നാണ് 2 മൃതദേഹങ്ങൾ ലഭിച്ചതെന്നും അതിന് സമാനമായ രീതിയിലുള്ള ഒരു പരിശോധന. അതെ, നമ്മൾ ഇന്നലെ ഈ സ്കൂൾ ഏരിയയിൽ 5-6 അടിയോളം മണ്ണും ചെളിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. നമ്മൾ കടാവർ ഡോഗിനെ കൊണ്ട് സെർച്ച് ചെയ്യിപ്പിച്ച് അപ്പോൾ ഡോഗ് 1-2 സ്പോട്ട് ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ മാനുവലി അതിനകത്ത് കയറാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ സ്ട്രക്ചർ ഏകദേശം ഡാമേജ് ആയിരിക്കുകയാണ്. JCB വെച്ച് വളരെ സ്ലോയിൽ ആ മണ്ണ് മാറ്റിയപ്പോഴാണ് നമുക്ക് ഒരു ബോഡി പാർട്സ് കിട്ടിയത്. അതിന് മുമ്പൊരിക്കൽ ഇവിടെ സെർച്ച് ചെയ്തപ്പോൾ ഏകദേശം 2 ഡെഡ് ബോഡീസ് നമ്മൾ റിക്കവർ ചെയ്തിരുന്നു. ഇപ്പം ഈ ഒരു പരിശോധനയുടെ ഭാഗമായി തന്നെയല്ലേ, അത് ഡോഗിനെ ഉപയോഗിച്ചുള്ള പരിശോധനയുടെ ഭാഗമായി തന്നെയല്ലേ ഇവിടെ ഇപ്പം കൃത്യമായി മണ്ണ് പൂർണ്ണമായി മാറ്റിയുള്ള ഒരു പരിശോധന നടത്തുന്നത്? അതെ, കൃത്യമായി ഡോഗിനെ കൊണ്ട് നമ്മൾ ആദ്യം സെർച്ച് ചെയ്യിപ്പിച്ചതിന് ശേഷം തന്നെയാണ് നമ്മളിവിടെ മണ്ണ് മാറ്റി പരിശോധിക്കുന്നത്. ഈ മറ്റു മേഖലകളിലേക്ക് ഇനി സമീപ പ്രദേശങ്ങളിലൂടെ തിരച്ചിൽ വ്യാപിക്കാം? സമീപത്ത് നമ്മുടെ ഏകദേശം 2-3ഓളം ടീം മുകളിൽ ഏകദേശം മുണ്ടക്കൈ വില്ലേജിൻ്റെ സൈഡിലുണ്ട്. ഇതുപോലെ തന്നെ ഈ സ്കൂൾ ഏരിയയ്ക്ക് ശേഷമുള്ള വീടുകളെല്ലാം നമ്മൾ മാനുവലായിട്ട് തന്നെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെയും വിക്ടിം കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അവിടെയും ഡോഗ് സെർച്ചിങ്ങും മാനുവലായിട്ടും സെർച്ചിങ് നടക്കുന്നുണ്ട്. തീർച്ചയായും അതുതന്നെയാണ്. എന്തായാലും ഈ മേഖലകളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ഈ സമയത്ത് നടക്കുന്നത്. കാലാവസ്ഥ ഒരു അനുകൂലമാണ്, അതുകൊണ്ട് തന്നെ പരമാവധി സമയം തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനം തന്നെയാണ് നിലവിലുള്ളത്.